जब शाम ढले या ना जब दीप जले या ना. വീട്ടുകാർ പോലും അറിയാതെ സംഗീതം പഠിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥ കൂടി ഫസലുർ റഹ്മാൻ എന്നൊരു വ്യക്തിയിലുണ്ട്, സിഇഒയിലുണ്ട് എന്നറിയുന്നു. ഞാനാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര പാട്ടിലൊക്കെ ഭയങ്കര പാഷനായിരുന്നു ആ സമയത്ത്. അങ്ങനെ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറയുന്ന പോലെ സിഇഒയ്ക്കുള്ളിലെ കലാകാരൻ. നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാർക്കൊക്കെ നെല്ലറ എന്ന് പറയുന്നത് ഒരു ഫുഡ് ബ്രാൻഡ് മാത്രമാണ്. അതിന് പിന്നിൽ ഓരോ ബ്രാൻഡിൻ്റെ പിറകിലും വലിയൊരു കഥയുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വളരെ സ്ട്രോങ് ആണ്. ബ്രാൻഡ് എന്നുള്ള രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ മായം ചേർത്ത് ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഒരിക്കലും സാധ്യമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ചെയ്യുന്ന പണിയിൽ മായം ചേർക്കരുത് എന്നുള്ളതാണ്. കറക്റ്റ്. നെല്ലറയുടെ വിജയം ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. നമസ്കാരം. നെല്ലറ എന്ന ഫുഡ് ബ്രാൻഡിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണും. പക്ഷേ നെല്ലറയുടെ വിജയം ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. മലപ്പുറം ഇടപ്പാളിലെ ഒരു സാധാരണക്കാരനായ മൊയ്തുണ്ണി ബാവി എന്ന കർഷകൻ, അദ്ദേഹം അവിടെ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് കുടുംബം പോറ്റാനാവില്ല എന്ന് കണ്ടപ്പോൾ 1978 UAE വിമാനം കയറുന്നു. 1000 ദിർഹം ശമ്പളത്തിനാണ് ജോലി തുടങ്ങിയത്. 1000 ദിർഹം ശമ്പളത്തിനും താൻ ഉദ്ദേശിച്ച സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഒരു കുടുസുമുറിയിൽ നിന്ന് അരിയും മുളകും മഞ്ഞളും കുത്തിപ്പൊടിച്ച് സൈക്കിളെടുത്ത് 50 ഡിഗ്രി ചുട്ടുപൊള്ളുന്ന വേനലിൽ ഫ്ലാറ്റുകളും വില്ലകളും കയറി ഇറങ്ങി നടത്തിയ ബിസിനസ്സാണ് ഇന്ന് നമ്മൾ കാണുന്ന നെല്ലറയിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ തരുൺ രാഘവനിൽ നിന്ന് എനിക്കൊപ്പം നെല്ലറയുടെ സിഇഒ ഫസലുർ റഹ്മാനാണ് കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി. നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാർക്കൊക്കെ നെല്ലറ എന്ന് പറയുന്നത് ഒരു ഫുഡ് ബ്രാൻഡ് മാത്രമാണ്. അതിന് പിന്നിൽ ഓരോ ബ്രാൻഡിൻ്റെ പിറകിലും വലിയൊരു കഥയുണ്ടായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞത് ജസ്റ്റ് എനിക്കറിയാൻ പറ്റുന്ന ഒരു തുടക്കം കൊടുത്തേ ഉള്ളൂ. സ്റ്റോറി എന്താണ്, ഫുൾ സ്റ്റോറി എന്താണ്? അതെ, നമ്മൾ RF കമ്പൈൻ ഹോൾഡിങ്സിൻ്റെ അണ്ടറിൽ വരുന്ന ആദ്യത്തെ കമ്പനി അത്തിക് അബ്ദുള്ള ഫ്ലോർ മിൽ, അത് സ്ഥാപിക്കുന്നത് 1984 എൻ്റെ ഉപ്പ MK മൊയ്തുണ്ണി ബാവ അദ്ദേഹം തുടങ്ങി. പിന്നെ അവിടുന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു 2004 ഈ നെല്ലറ എന്ന് പറയുന്ന പേരിൽ നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഷംസുക്ക അറിയാലോ, എൻ്റെ അമ്മാവനാണ്. അതെ. അദ്ദേഹമാണ് ഈ ബ്രാൻഡിന് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളിതൊരു ഫാമിലി ഗ്രൂപ്പാണ്. നമ്മൾ ഗ്രൂപ്പ് RF കമ്പൈൻ ഹോൾഡിങ്സിൻ്റെ അണ്ടറിൽ വിവിധങ്ങളായിട്ടുള്ള കമ്പനികളും ബ്രാൻഡുകളൊക്കെ ആയിട്ട് ഇപ്പോൾ 42ാമത്തെ വർഷത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഫാമിലി ബിസിനസ്സായി തുടങ്ങിയ ഒരു പ്രൊഡക്റ്റ്, ഒരു ബ്രാൻഡ്, ഒരു കോർപ്പറേറ്റ് ബ്രാൻഡായി മാറുമ്പോൾ എത്രത്തോളം കഠിനമായിരുന്നു ആ യാത്ര? 40 വർഷത്തിലേറെ നീണ്ടത് യാത്ര. ഞാൻ വന്നിട്ട് ശരിക്ക് ഒരു 20 years ആയിട്ടുള്ളൂ. ഞാനിവിടെ വന്നിട്ട് ആയിട്ടുള്ളൂ എന്നല്ല, അത് അത്യാവശ്യം വലിയ കാലയളവ് തന്നെയാണ്. അതെ. 2005 ഞാൻ വരുന്നത്. പിന്നെ അതിൻ്റെ മുൻപ് 84ൻ്റെ ശേഷം ഇപ്പോൾ 42 വർഷത്തോളമായി. അപ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുക, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കുറേയധികം നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഒരു എന്താ പറയുക സന്തോഷം മനസ്സിലുണ്ട്. ഇത് എന്നെക്കാൾ കൂടുതൽ ശരിക്കും ഉപ്പാക്കായിരിക്കും ഇത് അതിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവുക. ശരിക്കും ഇപ്പോൾ നമുക്ക് ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസപ്പെട്ടൊരു സംഗതിയാണ്. ആ ഒരു തുടങ്ങാനുള്ള ഒരു പ്രയാസം പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു വീട് വെക്കാൻ വളരെയധികം നമ്മൾ പ്രയാസപ്പെടും. പക്ഷേ ഉണ്ടാക്കിയ വീടിൻ്റെ കൂടെ നമുക്കൊരു ഒരു മുറി അധികം എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ വലുപ്പം ഒന്ന് കൂട്ടാനോ നമുക്ക് വലിയ അത്ര കണ്ട് പ്രയാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുതന്നെയാണ് നമുക്ക് ഏതൊരു ബിസിനസ് സംരംഭത്തിൻ്റെയും ചരിത്രം എന്ന് പറയുന്നത്. തുടങ്ങാനാണ് പണി, പക്ഷേ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് എളുപ്പം സാധിക്കും. മലയാളികളുടെ ഗൾഫ് കുടിയേറ്റം ആരംഭിച്ച നാളുകളിലാണ് ഉപ്പ ഇങ്ങോട്ടേക്ക് വരുന്നത്. പത്തേമാരിയിലൊക്കെ മലയാളികൾ ഗൾഫിലേക്ക് വന്നു തുടങ്ങിയ ഒരു കാലം കൂടിയാണ്. അന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള ജോലിയിൽ ജീവിച്ചു പോവുക, കിട്ടുന്നത് നാട്ടിലേക്ക് അയച്ച് ഉള്ളത് കൊണ്ട് സ്വസ്ഥമായിട്ട് കഴിയുക എന്നത് മാത്രമാണ് അക്കാലത്തുള്ള ആൾക്കാർ പ്രധാനമായിട്ട് ചിന്തിച്ചത്. പിന്നെ ബിസിനസ് മേഖലയിലേക്ക് കടന്നു വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങൾ കുത്തിപ്പൊടിച്ച് വിറ്റ് കഴിഞ്ഞാൽ ഈ നാട്ടിൽ അതിനൊരു മാർക്കറ്റുണ്ട് എന്ന് തിരിച്ചറിവ് എങ്ങനെയാണ് വരുന്നത്? അതിനെക്കുറിച്ച് ഉപ്പയോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഉപ്പ നിങ്ങൾ അന്ന് ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ കാരണമായതെന്നുള്ളത്?
സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ എന്താ പറയുക, സ്വന്തമായിട്ട് തൊഴിൽ എടുക്കുന്ന ഒരു പിന്നെ രീതിയായിരുന്നു ആദ്യം വന്ന സമയത്തൊക്കെ. ജോലി എടുക്കുകയായിരുന്നു പിന്നെ അബുദാബിയിലും ദുബായിലും ഒക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് മിച്ചം വന്നു, കുറച്ച് ക്യാഷൊക്കെ മിച്ചം വെച്ചു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളൊരു താല്പര്യം, ആഗ്രഹം വന്നു. ആ സമയത്ത് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു ജോലി ആഗ്രഹിച്ച് കുറേ നടക്കേണ്ടായിട്ടുണ്ട്. പിന്നെ ആ ജോലി കിട്ടാതെ പോയി. അതിൻ്റെ ശേഷമാണ് പിന്നെ കുറേ ക്യാഷ് മിച്ചം വെച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ 84-ൽ ഒരു സുഹൃത്ത്, ഒരു റിലേറ്റീവിൻ്റെ പിന്നെ ഒരു സ്ഥാപനം, അത് ഉപ്പ വാങ്ങിക്കുകയായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ തന്നെ കസിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അത് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അറബിയുടെ നല്ല സപ്പോർട്ട്, അത്തിഖ് അബ്ദുള്ള എന്നാണ് സ്പോൺസറുടെ പേര്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ടിലാണ് പിന്നെ കുറേ കാലം അങ്ങനെ പിന്നെ വിസ ഒന്നും ഇല്ലാതെ കുറേ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് അറിയാലോ, വിസ അല്ലെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോകാൻ, പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് അങ്ങനെ ജയിലിലൊക്കെ കിടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒക്കെ സ്പോൺസറുടെ സഹായത്തോട് കൂടിയിട്ടാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരാനൊക്കെ കഴിഞ്ഞത്. പിന്നീട് സൈക്കിൾ എടുത്തിട്ട് പിന്നെ അതിനുപ്പ പറഞ്ഞത് ഈ തലേ ദിവസം രാവിലെ പൊടിച്ചൊക്കെ റെഡിയാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഫുള്ള് പാക്ക് ചെയ്യും. എന്നിട്ട് ഒരു വൈകുന്നേരങ്ങളിൽ ആ പാക്ക് ചെയ്ത സാധനങ്ങൾ സൈക്കിൾ വെച്ചിട്ട് പിന്നെ ജുമൈറ, പിന്നെ അതുപോലെ അൽക്കൂസ്, അങ്ങനെ ആ ഏരിയകൾക്കൊക്കെ പിന്നെ സൈക്കിൾ വിട്ടിട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ 86 ഉപ്പാൻ്റെ കസിൻ ഉണ്ട്, അബ്ദുള്ള എന്നാണ് പേര്, ഉണ്ണിക്കാന്ന് ഞങ്ങൾ വിളിക്കും. അപ്പോൾ ആളെ ഉപ്പ കൊണ്ടുവരികയും ആളെ കൊണ്ട് ലൈസൻസ് എടുപ്പിച്ച് പിന്നെ ഒരു വണ്ടിയൊക്കെ മേടിക്കാനൊരു സൗകര്യമൊക്കെ ആയി. സൈക്കിൾ മാറിയിട്ട് ഉണ്ണിക്കാനെ കൊണ്ട് വണ്ടിയിൽ സാധനം പിന്നെ ഡെലിവറി ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് പിന്നീട് മാറി. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് പിന്നെ ബാക്കിയെല്ലാം പിന്നെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു ബ്രാൻഡ് വേണം എന്നുള്ളൊരു തോന്നൽ വന്നു. അന്ന് കുറേ ആളുകൾ ഇങ്ങനെ പേരൊക്കെ ഇട്ട് ഇങ്ങനെ പ്രൊമോഷൻ ഒന്നും ഇന്നത്തെ രീതിയിലുള്ള പ്രൊമോഷൻ ഒന്നും അല്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ റോസ് ഫ്ലോർ എന്നുള്ളൊരു പേരിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ വിപണിയിൽ എത്തിച്ചു. ഇതാണ് അതിൻ്റെ തുടക്കം. റോസ് ഫ്ലോർ ആണോ RF കമ്പനിയായി മാറിയത്? അതെ, റോസ് ഫ്ലോറിൻ്റെ ഷോർട്ട് ഫോമാണ് RF. നമ്മൾ RF കമ്പൈൻ ഹോൾഡിങ്സ് എന്നാണ് നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ പേര്. അന്ന് ഈ പറയുന്ന ഉപ്പ അല്ലെങ്കിൽ ഉപ്പയെ സഹായിക്കാനായി ഒരാൾ, 2 പേരിൽ നിന്ന് തുടങ്ങിയ ഒരു ബിസിനസ് ഇന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾ എത്ര പ്രൊഡക്റ്റിലേക്ക് വളർന്നു കഴിഞ്ഞു? നമുക്കിപ്പോൾ ഒരു 1000-ഓളം സ്റ്റാഫ് നമുക്കുണ്ട്. ഇന്ത്യയിലും UAE-ലും പിന്നെ വിവിധ GCC കൺട്രീസിലും നമുക്ക് പ്രസൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ബഹ്റൈനിലും കൂടി നമ്മൾ സ്വന്തമായിട്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതെ, അപ്പോൾ പിന്നെ 10 സ്റ്റാഫ് നമുക്കുണ്ട്. പിന്നെ പ്രോഡക്ട്സ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നെല്ലറ എന്ന് പറയുന്ന ബ്രാൻഡ് വന്നിട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ല, ഒരു മോർ ദാൻ 20 years ആയിട്ടുള്ളൂ. അതിനോടൊപ്പം തന്നെ നമുക്ക് വേറെയും കുറേ ബ്രാൻഡുകളുണ്ട്. നെൽസ് ടീ എന്ന് പറഞ്ഞിട്ടൊരു ടീ ബ്രാൻഡ് ഉണ്ട്. പിന്നെ നെൽസ് കഫേ എന്ന് പറഞ്ഞ കോഫി ഷോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ റോസ് ഫ്ലോർ എന്നുള്ള ആ ബ്രാൻഡ് തുടങ്ങിയ ആ ഒരു ബ്രാൻഡ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഭയങ്കര ഒരു അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിലും ചെറിയ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ നമുക്ക് ഫാക്ടറി ഉണ്ട്. ഇപ്പോൾ എടപ്പാൾ, പിന്നെ മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ് ഫാക്ടറി ഉള്ളത്. 2007 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോയമ്പത്തൂരിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്തു. നമ്മൾ സ്പൈസസിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കോയമ്പത്തൂരിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അതിപ്പോൾ നമ്മളൊരു കഴിഞ്ഞൊരു 2-3 years ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഇവിടെയും എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ലോക്കലൈസേഷൻ വരികയാണ്, കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാക്സിമം കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് പിന്നെ ഏതൊരു കമ്പനിയുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ മാക്സിമം നമുക്ക് നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. അതുകൊണ്ട് പാലക്കാടിനെ നെല്ലറ, കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിളിക്കുകയാണല്ലോ പാലക്കാടിനെ. അപ്പോൾ മലയാളികളുടെ ഒരു ഭക്ഷണത്തിൻ്റെ തനത് ഭക്ഷണ രുചി എത്തിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ ബാഗിൽ ഒരു പകുതി, അതായത് ഒരു 50% എന്ന് പറയുന്നത് കുത്തിപ്പൊടിച്ച മുളകും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മാറി അവർ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഭാഗമാവുന്നു. അതും അവർ ജോലി ചെയ്യുന്ന അറബ് നാട്ടിൽ വെച്ച് തന്നെ ആ ഒരു പ്രൊഡക്ഷൻ നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വിശ്വാസ്യത
വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയായിട്ട് മാറുന്നു. അപ്പം മലയാളികളുടെ ആ ഒരു തനത് രുചി തന്നെ ഇവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു നെല്ലറയ്ക്ക്. നമ്മളിത് പിന്നെ സ്പൈസസ് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ് ഈ 2 കാറ്റഗറിയിലാണ് നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ ഗുണമേന്മ വളരെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളോടൊപ്പമുള്ള മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സൊക്കെ പിന്നെ ഗുണനിലവാരത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് പിന്നെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ വളരെ സ്ട്രോങ് ആണ്. നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമുക്ക് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ആ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നമ്മുടെ പിന്നെ എന്താ പറയുക റോ മെറ്റീരിയൽസ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ക്വാളിറ്റി ടീം നേരിട്ട് പോയി ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷമാണ് നമ്മൾ എല്ലാ പിന്നെ റോ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മുതൽ തന്നെ നമ്മൾ ക്വാളിറ്റി നമ്മൾ നോക്കി തുടങ്ങുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് നമുക്കിപ്പോൾ ഒരു റെഡി ടു കുക്ക് എന്ന് പറയുന്ന ഒരു ഡിവിഷനിലോട്ടും കൂടെ നമുക്ക് പിന്നെ സ്റ്റെപ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു 2017 തൊട്ട് നമ്മൾ പിന്നെ റെഡി ടു കുക്ക് എന്ന് പറയുന്ന ഒരു ഡിവിഷനും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ പിന്നെ അറൗണ്ട് മോർ ദാൻ 60 വെഹിക്കിൾസ് ആ ഒരൊറ്റ ഡിവിഷനിൽ മാത്രം നമുക്ക് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നെല്ലറ റെസ്റ്റോറൻറ്റ്, ഞാനതാ പറഞ്ഞ പോലെ ആദ്യകാലത്തൊക്കെ നമ്മൾ കണ്ടുവന്നത് നെല്ലറ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ആ പേര് മാറി നെൽസായിട്ട് മാറുന്നു. എന്താണ് നെൽസ്, അല്ലെങ്കിൽ ആ ഒരു പേരുമാറ്റത്തിനുള്ള കാരണം എന്തായിരുന്നു ശരിക്കും? അതെ, അത് നെല്ലറ റെസ്റ്റോറൻറ്റ് 2010 നമ്മൾ തുടങ്ങി. ഇപ്പോൾ കോവിഡിൻ്റെ ശേഷം നമ്മൾ നെൽസ് എന്ന് പറയുന്നൊരു പുതിയൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് കുറേ അധികം നമ്മൾ പിന്നെ ആലോചിച്ച് നമ്മൾ ചെയ്തൊരു ബ്രാൻഡാണ്. നമുക്കൊരു ഫ്രാഞ്ചൈസി കോൺസെപ്റ്റാണ് സത്യത്തിൽ അത് നെൽസ് എന്ന് പറയുന്നത്. നാട്ടിൽ നമുക്ക് നെൽസ് കഫേ എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, മലപ്പുറം ജില്ലൻ്റെ തൃശ്ശൂർ ബോർഡറിലായിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പിന്നെ ഒരു സ്വീകാര്യത നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഹോസ്പിറ്റാലിറ്റി ഡിവിഷൻ മൊത്തത്തിൽ നമുക്ക് നെൽസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലോട്ട് മാറ്റാം, ആ ഒരു പേരിലോട്ട് മാറ്റാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് പേര് ഇനി നെൽസ് റെസ്റ്റോറൻറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞൊരു 4 വർഷത്തോളമായിട്ട് അബുദാബിയിലെ റുവൈസിലും റാസൽ കൈമയിലും നമുക്ക് ഈ നെൽസ് റെസ്റ്റോറൻറ്റ് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളായിട്ട് 2 എണ്ണം വളരെ നല്ല രീതിയിൽ തന്നെ ഈ 2 സ്ഥലങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ പല പ്രമുഖ ബ്രാൻഡുകളിലായാലും പലപ്പോഴും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുന്നു, കുരുമുളക് പൊടിയിൽ നമ്മുടെ കോട്ടൻ്റെ പരുത്തിക്കുരു ചേർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരുന്നുണ്ടല്ലോ. പലതും നാട്ടിലുണ്ടാവുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന റെയ്ഡുകളിലൂടെ അത് അടച്ചു പൂട്ടുന്നു, അവർക്കെതിരെ നടപടിയെടുത്തൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ എന്താ പറയുക, ഈ ആൾക്കാരിലേക്ക് പോകും, പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു നാട്ടിൽ നിന്നാണ് നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്, എത്രത്തോളം ശ്രദ്ധ വരുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ? മാത്രമല്ല ഈ പറയുന്ന കറിക്കൂട്ടുകളുടെയൊക്കെ ഒരു രഹസ്യം എന്താണ് നെല്ലറയുടെ? അതെ, അത് ഈ മായം ചേർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു മായം ചേർത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതെ. പിന്നെ ഇഷ്ടികപ്പൊടി അത് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം അതൊക്കെ അതിന് പകരം വേറെ കുറേ സംഭവങ്ങൾ ചേർക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചില ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ ഒരു ബ്രാൻഡ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ മായം ചേർത്ത് പിന്നെ ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഒരിക്കലും സാധ്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ള, കാരണം മത്സരാധിഷ്ഠിതമായ ഒരു കാലമാണ്. ഇതേ മേഖലയിലുള്ള ഒരുപാട് കമ്പനികളുണ്ടല്ലോ. എങ്ങനെയാണ് വേറിട്ട വഴിയിലൂടെ നെല്ലറ സഞ്ചരിക്കുന്നത്? വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്നും നെല്ലറ വ്യത്യസ്തമാകുന്നത് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്, ഒരേ സമയം ഫ്രഷ് ഡിവിഷനും അതുപോലെ സ്പൈസസ്, ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ്, ഇതെല്ലാം ഒരേ സമയം ഉള്ള ഒരേ ഒരു ബ്രാൻഡ് ഇന്ത്യയിലാണെങ്കിലും GCCയിലാണെങ്കിലും അത് നെല്ലറ മാത്രമാണ്. ഇതാണ് മറ്റുള്ള ബ്രാൻഡുകളിൽ ഞങ്ങൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയും. ഉപഭോക്താക്കൾ, കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്പൈസസ് കാറ്റഗറിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല. അതെ, അത് ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സിലോട്ട് വരുമ്പോൾ പുട്ടുപൊടി. ഇനി നമ്മൾ ഫ്രഷ് ഡിവിഷനിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പൊറോട്ട, പിന്നെ ചപ്പാത്തി. ഇത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെറും 7 ദിവസം മാത്രം പിന്നെ
ഷെൽഫ് ലൈഫുള്ള പ്രോഡക്റ്റ്സ് ആണ്. എങ്ങനെയാണ് ചെന്നൈയിൽ എൻജിനീയറിംഗ് കഴിഞ്ഞ ഒരു പയ്യൻ നേരെ ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ചുമതലയിലേക്ക് വരുന്നത്? താല്പര്യമുള്ള കാര്യമായിരുന്നോ ബിസിനസ് എന്നുള്ളത് നേരത്തെ തന്നെ? ഇല്ല, താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ പോയില്ലായിരുന്നു. എഞ്ചിനീയറിംഗ് എന്നുള്ള രൂപത്തിൽ പോയില്ലായിരുന്നു. നമ്മൾ BCom MBA ആ രൂപത്തിലൊക്കെയാണ് പോകുമായിരുന്നുള്ളൂ. എൻ്റെ കോഴ്സ് കഴിയുന്ന സമയത്താണ് നമുക്ക് ഇവിടെ കുറച്ചും കൂടെ പിന്നെ എന്താ ഒരു ബ്രാൻഡായിട്ടും ഒക്കെ പോയി പിന്നെ കുറേ കൂടെ നമ്മൾ ദുബായിലൊരു ബൂമിങ് വരുന്ന സമയം കൂടെ ആയിരുന്നല്ലോ. 2005 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 90s അതുപോലെ 2008 വരെയൊക്കെയാണ് നമ്മളെ ദുബായിൻ്റെ ഒക്കെ ഒരു ബൂമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു നമുക്ക് ദുബായിൽ. പിന്നെ ഉപ്പാക്ക് പിന്നെ ഞാൻ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ആൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. 2 സിസ്റ്റേഴ്സാണ് വേറെ ഉള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ഉപ്പ പിന്നെ കൂടുതൽ നാട്ടിൽ ശ്രദ്ധിച്ചു തുടങ്ങി. നാട്ടിൽ നമുക്ക് ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും നാട്ടിൽ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ വരൽ പിന്നെ ഒരു ആവശ്യമായിട്ട് മാറി. അങ്ങനെ പിന്നെ ഞാനും കൂടെ മാമൻ്റെയും ഉണ്ണിക്കാൻ്റെ കൂടെ ഞാനും കൂടെ ജോയിൻ ചെയ്തു. അതാണ് സംഭവിച്ചത്. താങ്കൾ ഇതിൻ്റെ CEO വന്നതിന് ശേഷം നടപ്പിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്? നമ്മളിതിനെ മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്തു. നമ്മുടെ കമ്പനി കുറേ അധികം ലൈസൻസുകൾ ഉണ്ടായിരുന്നു, കുറേ അധികം ബ്രാൻഡുകളുണ്ട്. പിന്നെ യു എയിലുണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 51% ലോക്കൽ, 49% എക്സ്പാറ്റ്സിന് പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാറി, മുൻപ് അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരു റീസ്ട്രക്ചറിങ് കൊണ്ടുവന്നു. അബുദാബിയിൽ ADGM എന്ന് പറയുന്ന പിന്നെ ഗ്ലോബൽ മാർക്കറ്റ്, അബുദാബി ഗ്ലോബൽ മാർക്കറ്റ്, അവിടെ നമ്മളൊരു RF കമ്പൈൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ലൈസൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അണ്ടറിൽ RF കമ്പൈൻ ഹോൾഡിങ്സ് നമ്മൾ ഒരു ലൈസൻസ് എടുത്തു. അതിലോട്ട് നമ്മളെല്ലാ കമ്പനികളെയും നമ്മളെ വിവിധങ്ങളായിട്ടുള്ള ബ്രാൻഡുകളെയും നമ്മൾ നെല്ലറ ഉൾപ്പെടെ എല്ലാ ബ്രാൻഡുകളെയും നമ്മൾ അതിലോട്ട് കൊണ്ടുവന്നു. ആ രൂപത്തിൽ നമ്മൾ ഈ GCCയിലെ മൊത്തം നമ്മുടെ പിന്നെ എൻറ്റിറ്റീസിനെ റീസ്ട്രക്ചർ ചെയ്തു. ഇതേപോലെ തന്നെ നാട്ടിൽ ഇന്ത്യയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. RF കമ്പൈൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ട്രസ്റ്റിന് ഫോം ചെയ്യുകയും അതിൻ്റെ അണ്ടറിലോട്ട് അവിടെയുള്ള നമുക്ക് വിവിധങ്ങളായിട്ടുള്ള കമ്പനികൾ അതുപോലെ കോഫി ഷോപ്സ് എല്ലാത്തിനും നമ്മൾ അതിലോട്ട് കൊണ്ടുവന്നു. ഈ രൂപത്തിൽ റീസ്ട്രക്ചർ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്തു. മുന്നേ എന്ന് പറഞ്ഞാൽ ഒക്കെ ഞാനും പിന്നെ മാമൻ ഉണ്ടാവും, ഉണ്ണിക്കുണ്ടാവും, ഞങ്ങളൊക്കെ കൂടി ഇങ്ങനെ കോർപ്പറേറ്റായി, കുടുംബത്തിൽ നിന്ന് കോർപ്പറേറ്റിലേക്ക് മാറി. അതെ, അത് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ കുറേ കൂടെ ഓരോ ഡിവിഷൻസും ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ആക്കി മാറ്റി. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ കുറേ വർഷങ്ങൾ. ഒരു അടുത്ത 5 വർഷത്തെ ഒരു റൂട്ട് മാപ്പ് നെല്ലറയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വിഷൻ നമുക്കുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ പിന്നെ നമുക്ക് നല്ലൊരു സ്ഥാനമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡിന് അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാട്ടിലിപ്പോൾ ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൽ എടപ്പാൾ നമുക്ക് ഫാക്ടറി ഉണ്ട്. കോയമ്പത്തൂരിലേക്ക് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇനി ബാംഗ്ലൂർ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗവൺമെൻറ് പിന്നെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് നമുക്കവിടെ ലാൻഡ് പിന്നെ അലോട്ട് ചെയ്ത് കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ ഫ്രഷ് ഡിവിഷനും ഒരു ഫ്രോസൺ ഡിവിഷനും കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നെൽസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ നമുക്ക് ഒരു ടീ ബ്രാൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നെൽസ് ടീ. അപ്പോൾ നെൽസ് ടീ എന്ന് പറയുന്ന ഡിവിഷൻ, അതേപോലെ തന്നെ നെൽസ് കഫേ കോഫി പൗഡർ റെസ്റ്റോറൻറ്റ് ആണ്. അതിൽ റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്സ്, അതുപോലെ പിന്നെ ടീ പൗഡർ, കോഫി പൗഡേഴ്സ്, ഇതെല്ലാം നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന രൂപത്തിലാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് GCCയിലും കുറേ ഡെവലപ്മെൻറ്റ് സാധ്യതകളുണ്ട്. ഇതെല്ലാം ഒരു വർഷത്തിൽ ചെയ്യും എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ GCC രാജ്യങ്ങളിലൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു സംവിധാനം, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം, നമുക്കിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി നമുക്കുണ്ട്. ആ ഏജൻസികളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സംവിധാനം ഇവിടങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രഷ് ഡിവിഷൻ നമുക്ക് നല്ല സാധ്യതകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊറോട്ട, ചപ്പാത്തിയൊക്കെ ഫ്രഷ് ആയിട്ട് അതിന് നമുക്ക് നല്ല സാധ്യതകൾ ഈ കൺട്രീസിലൊക്കെ ഉണ്ട്. അത് നമുക്ക് ഏജൻസി കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്വന്തമായിട്ട് അവിടെ നമുക്ക് പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് വേണം. ചെറുതാണെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ടാവുകയും അതിൽ നിന്ന് പ്രൊഡക്ഷൻ എടുത്ത് പിന്നെ മാർക്കറ്റിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നതാണ് ആ ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ അതിന് നമുക്ക് നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ അത് അതൊരു പ്ലാൻ. സ്വാഭാവികമായിട്ടും കേരളം കടന്ന് UAE കടന്ന് പല ഗൾഫ് രാജ്യങ്ങളിലേക്കും നിങ്ങളുടെ
ഓപ്പറേഷൻസ് വ്യാപിപ്പിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ടാവുമല്ലോ. നെല്ലറ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? നെല്ലറയ്ക്ക് അല്ലെങ്കിൽ RF കമ്പൈൻ ഹോൾഡിങ്സിന് നിലവിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ല. ഞങ്ങൾ വിവിധങ്ങളായ ബ്രാൻഡുകളൊക്കെ ഞങ്ങളുടെ ഓൺ ഫണ്ട് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സാധ്യത നിലവിലില്ല. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻ ആണോ, ഇന്ത്യൻസ് ആണോ, അതിന് പുറത്തുള്ള നാഷണാലിറ്റീസ് ഉണ്ടോ, എന്താണ് അതെങ്ങനെയാണ്? നമുക്ക് പിന്നെ നെല്ലറ എന്ന് പറയുന്ന ബ്രാൻഡിന് തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സാണ് കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ സെഗ്മെൻറ്റ്, അതുപോലെ പിന്നെ നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ്, അതുപോലെ അറബിക് കസ്റ്റമേഴ്സ്, പാകിസ്ഥാൻ, അങ്ങനെ ആ ഒരു ക്രൗഡ് ഉണ്ട്. അതാണ് അറബിക് പ്രോഡക്ട്സ് ഉണ്ടോ? അറബിക് പ്രോഡക്ട്സ് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മൽഹാർ എന്നുള്ളൊരു പേരിൽ. എന്താ അത് പിന്നെ സെയിം ലൈക്ക് എന്താ പറയുക, മസാല തന്നെ, ബോംബെ ബിരിയാണി മസാല, ഹൈദരാബാദി ബിരിയാണി മസാല, കശ്മീരി പുലാവ് മസാല, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ആ ഒരു പിന്നെ ക്രൗഡ് പിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അത് വേറെ തന്നെ ഡിവിഷനായിട്ടാണ്, അത് ഹെഡ് ചെയ്യാൻ വേറെ തന്നെ GM ഉണ്ട്. ആളൊരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു മോർ ദാൻ 25 years അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആളാണ്. ഇപ്പം നമുക്ക് ഒരു അറൗണ്ട് ഒരു 800+ ഷോപ്പുകൾ ഇപ്പോൾ അത് ലിസ്റ്റഡായി. ഇനി വീണ്ടും കുറേ പ്രൊമോഷൻ വർക്കുകൾ ചെയ്ത് ആളുകളിലോട്ട് അത് എത്തിക്കുക എന്നുള്ളൊരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊയ്തുണ്ണി ബാവ എന്നൊരു സാധാരണ കർഷകൻ്റെ ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് മീതെ പോയിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ? ഇതൊക്കെ നമ്മൾ ഉപ്പാൻ്റെ അടുത്ത് പറയുമ്പോൾ മേപ്പെട്ടു തൂങ്ങി ഇങ്ങനെ ഇരിക്കും. ഇത് എങ്ങനെ ഇത് ഈ രൂപത്തിൽ എത്തി എന്നുള്ളത് അങ്ങനെ ഉണ്ടല്ലോ. തുടങ്ങിയ ആള് പിന്നെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ പിന്നെ ഒരു സ്ഥാപനത്തിന് പിന്നെ രൂപം കൊടുത്തിട്ടുണ്ടാവുക. അന്ന് വളരെ ചെറിയ ചിന്തകളും അന്നത്തെ കുറച്ച് റിക്വയർമെന്റ്സ് മുന്നിൽ വെച്ചുകൊണ്ട് വലിയ കഷ്ടപ്പാടില്ലാതെ കടന്നു പോകണം എന്നുള്ള ഒരു ആഗ്രഹപ്പുറത്ത് മാത്രം തുടങ്ങിയതാണ്. അത് ആ ഒരു എന്താ പറയുക, അന്നത്തെ വിഷൻ്റെ ഒക്കെ എത്രയോ മുകളിലെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയും, തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പിന്നെ റെസിപ്പി പൗഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പിന്നെ മാമൻ ഷംസുഖാൻ്റെ അടുത്ത് പലവണ പറയാറുണ്ട്, അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇല്ല, അവിടുന്ന് ഒരു 1 yearൻ്റെ ഉള്ളിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ അന്ന് പറയാറുണ്ട്, നമ്മൾ ഈ ഗ്രോസറികളിലൊക്കെ നമുക്ക് കണ്ടമാനം സെയിലുകൾ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടങ്ങളിലൊക്കെ കൊടുക്കുക എന്നുള്ള പറയുന്ന ഒരു വളരെ ചെറിയ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ തുടങ്ങിയതാണ്. ഇത് നാട്ടിലങ്ങനെ വലിയൊരു ഫാക്ടറി തുടങ്ങണമെന്നോ കോയമ്പത്തൂർക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നോ അന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ്. പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇന്ന് ബ്രാൻഡ് തന്നെ വേറൊരു ലെവലിലേക്ക് എത്തി. ഉപഭോക്താക്കളുടെ ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റങ്ങളുണ്ടല്ലോ. പഴയതുപോലെ എരിവ് ഉപയോഗിക്കില്ല, കൂടുതൽ മസാലകൾ വേണ്ട എന്നുള്ള, അങ്ങനെ ആൾക്കാർ മാറ്റി തുടങ്ങി. അവരുടെ ഭക്ഷണ രീതി തന്നെ, രുചി രീതിയിൽ തന്നെ വ്യത്യാസം വന്നല്ലോ. അതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ടോ, അല്ല ആ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കാനാണോ ശ്രമിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ ഈ ജെൻസി ആളുകളാണ് കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഫുഡ് ഹാബിറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ള കാറ്റഗറി പിന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം കൂടെ നമുക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി വരും. ഇനിയിപ്പോൾ ഒരു വിത്തിൻ 1 year നമുക്ക് കുറേ കൂടുതൽ വെറൈറ്റി ഐറ്റംസും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മലപ്പുറം എടപ്പാളിലൊരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു പയ്യൻ അവിടെ ഒരു നവരാത്രി മഹോത്സവത്തിന് കച്ചേരി നടക്കുന്ന സമയത്ത് പോയി പാൻറ്റിട്ട് പാട്ടുപാടി കച്ചേരി എന്താ പറയുക പാട്ടുപാടി എന്ന് പറഞ്ഞു കേട്ടു. വീട്ടുകാർ പോലും അറിയാതെ സംഗീതം പഠിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥ കൂടി ഫസലുർ റഹ്മാൻ എന്നൊരു വ്യക്തിയിലുണ്ട്, CEO-യിലുണ്ട് എന്നറിയുന്നു. എന്താ അതിൻ്റെ രഹസ്യം? അതെ, അത് കുളങ്കര ഭഗവതി ക്ഷേത്രം എടപ്പാളിലെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഞാനന്ന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് സംഗീതം പഠിച്ചിട്ടുണ്ട്. ഞാൻ 8ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം 10ാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്താണ് ഒരു പിന്നെ നവരാത്രി സംഗീതോത്സവത്തിന് ഒരു ചാൻസ് കിട്ടി. അതിന് മുന്നേ ചാൻസ് കിട്ടിയിരുന്നു. ഞാൻ പിന്നെ ചാൻസ് കിട്ടി പോയി പാടിയതാണോ, അല്ല ആ ഒരു അവസരത്തിൽ കാണാൻ പോയപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പാടാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അന്ന് പാടിയില്ല. പിന്നെ ഒന്നാമത് വീട്ടിൽ അന്ന് സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് ഇങ്ങനെ രാത്രിയാണല്ലോ ഈ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തു പോകാനൊന്നും പറ്റൂല. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ വേണ്ടാന്ന് പറഞ്ഞു. 10ാം ക്ലാസ് ആയ സമയത്ത് എനിക്ക് ഒരു താല്പര്യം ഒന്ന് പോയി പാടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, എനിക്കൊന്ന് പാടണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ എന്നെ പഠിപ്പിച്ചിരുന്ന സാറുണ്ടായിരുന്നു. അപ്പോൾ ആൾ അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നു. അല്ല, വീട്ടുകാരറിയാതെ സംഗീതം പഠിക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? അത് പഠിത്തത്തിൽ ശ്രദ്ധ കുറയും എന്നുള്ളത് കൊണ്ട് ഈ പാട്ട് അതിലൊന്നും
വീട്ടിൽ നിന്ന് ഉമ്മാക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ എന്തായാലും നമ്മൾ പഠിച്ച് വലിയ ആളുകളാവണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ അന്നൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ ഈ പാട്ടും ഇതൊക്കെ ആയിട്ട് ഞാനാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര പാട്ടിലൊക്കെ ഭയങ്കര പാഷനായിരുന്നു ആ സമയത്ത്. അതൊന്നും ഇപ്പം എനിക്ക് അത്ര ഒന്നുമില്ല, അന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇവൻ ഫുള്ളി പാട്ടായി പോവോ, പിന്നെ പഠിത്തമൊക്കെ ആകെ പോവോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് അത്ര പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പിന്നെ അപ്പോൾ ഞാൻ അറിയാതെ പാട്ട് പഠിക്കാൻ പോയി. അങ്ങനെ പാട്ട് പഠിച്ചതിന് ശേഷം പിന്നെ കുളങ്കര ക്ഷേത്രത്തിൽ പാടും കൂടെ ചെയ്തപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ അറിഞ്ഞു ആ സമയത്ത്. പിന്നെ ചെറിയ കുട്ടിയാണല്ലോ, അന്ന് അങ്ങനെ കൂടുതൽ ആരും അറിയില്ല. പക്ഷെ വീടിൻ്റെ അടുത്ത കുറേ ആൾക്കാരൊക്കെ അങ്ങനെ. മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നല്ല നാളുകളായിരുന്നു. ഇന്നൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയെ മാറിയാനെ. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലുള്ള ഒരു പയ്യൻ വന്നിട്ട് ഇതാ കിടക്കുന്ന നവരാത്രി മഹോത്സവത്തിന് കച്ചേരിയിൽ നിന്നുള്ള സംസാരമൊക്കെ ഉണ്ടാവുമായിരുന്നു. അതെ അതെ അതെ. ആ നാടിനൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്തിന്. അങ്ങനെ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറയുന്ന പോലെ സിഒയ്ക്കുള്ളിലെ കലാകാരൻ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ജോലിയും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആശ്വാസമാവാറുണ്ടോ ഒരു പണ്ട് പാട്ട് പഠിച്ചത് നന്നായി ഇപ്പോൾ എന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ദുബായിൽ വന്നപ്പോൾ ഇവിടെ ഫുള്ളൊരു അറിയാലോ, ഇവിടെ ബിസി ലൈഫാണല്ലോ. അപ്പോൾ അതിൽ ഞാൻ കുറേ ഈ ഇതൊക്കെ മറന്നു വരും സത്യത്തിൽ. പിന്നെ ഇപ്പോൾ ഈ അടുത്താണ് ഈ കോവിഡൊക്കെ വന്നപ്പോഴാണ് കുറേ കൂടെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് പിന്നെ നമ്മുടെ സ്റ്റാഫൊക്കെ പലരും ഞാനിങ്ങനെ മൂളുന്നതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ പാടിക്കൂടെ എന്നൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. അതിൻ്റെ ശേഷം പിന്നെ കുറച്ചും കൂടെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട്. ചെറിയൊരു സമയം കിട്ടുമ്പോൾ പാടുന്ന രണ്ടൊരു പാട്ട് ഏതാണെന്ന് ചോദിച്ചൊന്ന് പാടിത്തരുമോ? മഗരേ സാസാനി പാപമ രേഗ സനി സഗപമപ നിത് सांझ सवेरे मिलते हैं आ नित सांझ सवेरे मिलते हैं उन्हें देख के तारे खिलते हैं नदिया के किनारे आज उसी अमवा के थले आना जब दीप जले आना जब शाम ढले आना जब दीप जले आना जब शाम ढले आना. നിങ്ങൾ വെറുതെ പറയാൻ തോന്നി, ഇപ്പോഴും സാധകം ചെയ്ത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ പോലെ ഉണ്ടല്ലോ. ശരിക്കും പാടാൻ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഈ പിന്നെ സ്വരങ്ങൾ പാടാനാണ് എനിക്ക് വരിക. എന്താ വെച്ചാൽ നമ്മൾ ആ ശാസ്ത്രീയമായി പഠിച്ചൊരു സാധനമാണല്ലോ. പിന്നെ പാട്ട് ശരിക്കും പഠിച്ച പാട്ടാണ് എനിക്ക് കറക്റ്റ് അത് പാടാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ ഈ പാട്ട് ഇങ്ങനെ പഠിക്കുന്നില്ല. ജോലി തിരക്കിനിടയിൽ ഇത്ര നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാൾ മിസ് ചെയ്യുന്നില്ല ശരിക്കും. നിങ്ങൾക്കൊരു ട്രൂപ്പൊക്കെ തുടങ്ങിക്കൂടെ ഇവിടെ? അതിനും കൂടെ ഒരു കുറവേ ഉള്ളൂ. ഈ ഒരു യാത്രയിൽ ബിസിനസ് മേഖലയിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ എന്താണ് പഠിക്കാൻ പറ്റിയത് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ? ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള വ്യക്തി പുതിയതായിട്ട് വരുന്ന സംരംഭകരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ആഗ്രഹിച്ച ബിസിനസ്സിലോട്ട് വന്ന ഒരാളല്ല. അതേ അവസരത്തിൽ ഉപ്പ തുടങ്ങി, പിന്നെ അതിൻ്റെ ശേഷം ഉണ്ണിക്ക, മാമൻ ഇവരെല്ലാവരും കൂടെ സജീവമായി പിന്നെ കൊണ്ടുപോയി. ഒരു ബേസ് ഉണ്ടായിരുന്നെങ്കിലും അതൊരു വേറൊരു ലെവലിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു തീർച്ചയായിട്ടും. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഭയങ്കര സന്തോഷം മനസ്സിൽ തോന്നാറുണ്ട്. പിന്നെ ഇതിൽ തന്നെയാണ് രാവിലെ എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ തുടക്കമാണല്ലോ. പിന്നെ വൈകുന്നേരം എപ്പോഴാണ് പോകുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ഒരു ടൈം വെച്ചിട്ടുള്ളൊരു ഷെഡ്യൂളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കുറേ തോട്ട്സ് നമുക്ക് വരും. പിന്നെ നമുക്കൊരു ടീമുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളൊരു കഴിവോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് അത്രയും നല്ലൊരു ടീം നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉപദേശം എന്നൊന്നുമില്ല, എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും കുറേ അങ്ങനെ
അങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊന്നും എനിക്ക് ആരുടെ പറയാനില്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെയ്യുന്ന പണിയിൽ മായം ചേർക്കരുത് എന്നുള്ളതാണ്. കറക്റ്റ്. മായം ചേർക്കാതെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യാം. ഫുഡ് ബ്രാൻഡിങ് എന്ന രീതിയിൽ നമ്മൾ പാലിക്കുന്നതും ആ മായം ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ. എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, എനിക്ക് ബിസിനസ് ചെയ്യാൻ വലിയ താല്പര്യമാണ് എന്ന് പറഞ്ഞു. നിനക്ക് എന്താ തോന്നണേ എന്നൊക്കെ എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ അത് നീ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിനക്ക് ഉണ്ടെങ്കിൽ അത് നീ അറിയാതെ തന്നെ അത് നിന്നിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് നീ അതിനെ പറ്റി ആലോചിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാൻ തോന്നിയത് അങ്ങനെയാണ്. ഉറപ്പായിട്ടും. ഏതായാലും മുമ്പോട്ടുള്ള യാത്രയിൽ എല്ലാ ആശംസകളും. താങ്ക് യു. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്.